നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടോ, അവർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും ആ പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ ബ്ലോക്കേജസ് എന്താണെന്ന് അറിയാൻ സാധിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരം തരാൻ സാധിക്കുന്നതുമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഈ റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ഒരു റിച്വൽസ് പറയുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ്. നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലാതെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ടിങ് ഭയങ്കര കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള റിച്വലാണ്. വീഡിയോയുടെ അവസാനം വരെ കാണുക. നമുക്ക് റീഡിംഗ് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് 3 of Swords, King of Wands, 8 of Cups, 8 of Swords, 3 of Cups, Ace of Pentacles, 10 of Pentacles, the Judgment card, Knight of Pentacles, 3 of Wands. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണുമായിട്ട് ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഒരു രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിരന്തരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ടോർച്ചറിങ് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ്, നെഗറ്റീവായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ആ ഒരു എനർജി ഇപ്പോൾ ഒരു സിങ്ക് ആവുന്നില്ല. മാച്ച് ആവാതെ വലിയ രീതിയിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കീരിയും പാമ്പും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അവർ തമ്മിൽ സ്നേഹമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ടാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് എന്നൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അവർ തമ്മിൽ നല്ല പ്രശ്നമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു ദിവസം, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങൾ എത്രത്തോളം വിഷമമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ 100 ഇരട്ടി വിഷമം അനുഭവിക്കുന്ന ഘട്ടത്തിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബന്ധം വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നങ്ങ് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു ബോസി ടൈപ്പ് സ്വഭാവമായിരുന്നു. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിച്ചോണം. അവരായിരിക്കും ഇങ്ങനെ കമാൻഡിങ് പവർ, അവർക്കായിരുന്നു കമാൻഡിങ് പവർ. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടിട്ട് അവർ എന്തായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം അനുസരിക്കുമായിരുന്നു. നിങ്ങൾ ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിന്നേത്. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ 100% സ്നേഹവും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത്. അത്രയും ത്യാഗം ചെയ്ത് നിങ്ങളവിടെ നിന്നിട്ട് പോലും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ
നിങ്ങളെ കൊണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും നിങ്ങളെ ഭരിക്കാൻ വരികയും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതൊക്കെ അനുസരിക്കുമായിരുന്നു. നേരെ തിരിച്ച് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് അവരെന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളത് അതുപോലെ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ദേഷ്യപ്പെടുക, ഒന്നും അനുസരിക്കാതെ നിങ്ങളെ വെറും പുച്ഛമായിരുന്നു. പക്ഷേ ഈ ഒരു സ്വഭാവത്തിനൊക്കെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങി, നിങ്ങളെപ്പോഴാണോ ഉപേക്ഷിച്ച് തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയത് ആ ഒരു സ്വഭാവത്തിന് അവിടെ അവസാനം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇപ്പം ശരിക്കും എന്ത് കണ്ടില്ല എന്നടിക്കുക, ഒരു വോയിസും ഇല്ല, എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല. ഇപ്പം ഈ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുമിച്ചാണ് താമസം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും ഒരു കോൺവെർസേഷന് പോലും താല്പര്യമില്ലാത്തൊരവസ്ഥയായി. ഇപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒന്നിച്ചാണ് താമസം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യം നോക്കുന്നു, തേർഡ് പേഴ്സൻ്റെ പാട് നോക്കുന്നു. ആ ഒരു അവസ്ഥയാണ്. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. ഒന്നിച്ച് നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഒരു കൂട്ടിലിട്ട ഒരു ജയിലിലിട്ട അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ തെറ്റുകളെല്ലാം നിങ്ങളുടെ ആ വ്യക്തി അത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ എന്നല്ല, ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുന്നതിന്, ബ്രേക്കപ്പ് ചെയ്തതിന്. ഇവിടെ നോക്കുകയാണെങ്കിൽ തേർഡ് പേഴ്സണിന് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ആക്ച്വലി എൻജോയ് ചെയ്യുകയാണ്. ഇവിടെ തേർഡ് പേഴ്സണിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് നിങ്ങളുടെ വ്യക്തി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ എത്തിക്കാനുള്ളൊരു കാരണം ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പേഴ്സണ് മറ്റൊരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അഫെയർ ആയിട്ട് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പായിരുന്നു. അതായത് അവർ മുമ്പെന്തോ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കാണാൻ സാധിക്കുന്നത്. അവരെന്തൊക്കെയാണെങ്കിലും അവരൊരിക്കലും മുമ്പോട്ട് പോവില്ല, അവരെന്തായാലും പിരിയും. കാരണം ഈ ഒരു കർമ്മ, അതായത് ആദ്യം സ്നേഹമായിരുന്നു, പിന്നെ സഫറിങ്സ് വന്നു, കുറച്ചുകൂടെ സഫറിങ്സ് വരാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ പിരിയുകയാണ്. ഈ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. അത്രയ്ക്കും നിങ്ങളുടെ വ്യക്തി ഫെഡപ്പായിട്ടായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്. ആ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി അനുഭവിക്കേണ്ടി വന്ന ട്രോമാസ്, ടോർച്ചറിങ് ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് ലൈഫ് ലോങ് അത് മറക്കാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു ട്രോമയായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിലനിൽക്കുന്നതായിരിക്കും. അവർ ഇപ്പം സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെയും, അവരിപ്പം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും, ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും കിട്ടിയ ഒരു ട്രോമ ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നത്. അവരിൽ നിന്ന് എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെല്ലാം തേർഡ് പേഴ്സണിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച ആ ഒരു സമയം തൊട്ടിട്ട് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് മറിയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തേർഡ് പേഴ്സൻ്റെ സ്വഭാവം മാറുക, വേണ്ടത്ര സ്നേഹം, നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ഒരു കെയറിങ്, ഇതൊന്നും കിട്ടാത്തൊരവസ്ഥ. ഈ തേർഡ് പേഴ്സണിനെ ഏറ്റവും കൂടുതൽ അവർ വാല്യൂ ചെയ്യുന്ന അവരുടെ വീട്ടുകാരെയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ അത് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. തേർഡ് പേഴ്സണിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് നേടാനുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അത്യാവശ്യം നിങ്ങളുടെ വ്യക്തി സാമ്പത്തികമായിട്ട്, ഇപ്പം സാമ്പത്തികം
കുറവാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് അത്യാവശ്യം കാശൊക്കെ ചിലവാക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത്യാവശ്യം പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ വലയത്തിലാക്കിയത്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ, അവരെല്ലാം കൂട്ടു നിന്നതായിട്ടും കാണുന്നുണ്ട്. തെറ്റായിട്ടുള്ള ഉപദേശം കാരണമാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ബന്ധം ഇത്രയും വഷളായി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ആക്ച്വലി ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം പോലും ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല. അതായത് സ്വന്തമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം പോലും നിങ്ങളുടെ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം കൈവിട്ട് പോയി എന്നുള്ളൊരു തോന്നലാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഇപ്പം തന്നെ സ്വസ്ഥത നശിച്ചിരിക്കുന്നു. കിടക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കഴുത്തിന് വേദന ഉള്ളതായിട്ട് കാണുന്നുണ്ട്, തലയിൽ വേദന ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളും ഇതേ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഹീലിംഗ് സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിനെ പറ്റിയിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡൊക്കെ ഇപ്പം കൺട്രോൾഡ് ആണ്. നിങ്ങൾ ലോജിക്കായിട്ടാണ് ഇപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ശരിക്കും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള ആ ഒരു ഇമോഷൻസ് നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്യുകയാണ്. സ്നേഹമുണ്ട്, നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങളുടെ വ്യക്തിയായിരുന്നു നിങ്ങളുടെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ അസ്വസ്ഥതകൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങളുടെ ആ ഒരു സ്വപ്നമൊക്കെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ്. നിങ്ങൾക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അത് ഹീല് ചെയ്ത് നിങ്ങളെ ഒരു നോർമലാക്കി എടുക്കാനും സാധിക്കും. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ മക്കളുണ്ട്. നിങ്ങളിപ്പോൾ പിരിഞ്ഞ് നിൽക്കാനുള്ള റീസൺ ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ തേർഡ് പേഴ്സൺ ആരും ആവട്ടെ, അത് ഫാമിലി മെമ്പേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഇതുപോലെ റിലേഷൻഷിപ്പ് ഉള്ളവരാവാം, എന്തോ ആവട്ടെ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റുകൾ ഇപ്പോഴേ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു. യൂണിവേഴ്സ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. അതായത് യൂണിവേഴ്സിന് നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ, നിങ്ങൾ എത്രയാണോ സഫർ ചെയ്തത് അതിനേക്കാൾ 100 ഇരട്ടി നിങ്ങളുടെ വ്യക്തി സഫർ ചെയ്യണം. അത് അനുഭവിച്ച് തീരാതെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ അടുത്തോട്ട് കോണ്ടാക്ട് ചെയ്യുകയില്ല. ഒരുപക്ഷെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കുകയില്ല. ഒരുപക്ഷെ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുകയില്ല. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ട എന്ന് തന്നെ മുഖത്ത് നോക്കി പറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നിങ്ങളുടെ വ്യക്തി അനുഭവിക്കേണ്ടത് തന്നെയാണ്. തേർഡ് പേഴ്സണിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു നിങ്ങളോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടാതെ നിങ്ങളുമായിട്ടൊരു ജീവിതം ഇവിടെ കാണുന്നില്ല. നിങ്ങളെന്താണോ അനുഭവിച്ചത് അതൊന്നും അല്ല നിങ്ങളുടെ വ്യക്തി അനുഭവിക്കാൻ പോകുന്നത്. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അതൊരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് അത് എത്രയൊക്കെ കടന്നു പോയിട്ട് നിങ്ങളുടെ അടുത്ത് കൂടെ വന്നിട്ട് റീയൂണിയൻ സംഭവിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും ഈ തേർഡ് പേഴ്സണിൽ നിന്നും അനുഭവിച്ച ആ ഒരു അവസ്ഥയും ആ ഒരു ട്രോമയും നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോവുകയില്ല.
അതൊരു പക്ഷേ വിട്ടുപോകാത്തത് തന്നെയാണ് കാരണം നിങ്ങളുടെ വില ആ ഒരു വ്യക്തിക്ക് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോഴേ ആക്ച്വലി നിങ്ങളുടെ വില മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ മനസ്സിൽ ആ ഒരു ട്രോമ വേണം. ഇവിടെ അടുത്ത കാര്യം യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ പഴയതുപോലെ ആവാതിരിക്കുക. നിങ്ങളുടെ ജീവിതം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ കൺട്രോളിൽ ജീവിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പണവും എല്ലാം ഇവിടെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇനി അതിനൊന്നും നിന്നു കൊടുക്കരുത്. നിങ്ങളുടെ ചോയ്സാണ് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിനി ജീവിക്കണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത്, ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. പക്ഷെ അവർ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ ആവരുത്. നിങ്ങൾ ഹീലിംഗ് സ്റ്റേജിലാണ്. ഇനിയും നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് പോകരുത്. ഒരിക്കലും നിങ്ങളെ മറന്നിട്ട് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും എപ്പോഴും ആ ഒരു വ്യക്തിക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആണ്. ആ ഒരു വ്യക്തിയിലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇനി നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കരുത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു റിച്വൽ പറഞ്ഞു തരാം. ആ റിച്വലിന് വേണ്ടുന്ന എപ്പോഴും പറയുന്നത് പോലെ ഒരു ഗ്ലാസ് ജാറാണ് വേണ്ടുന്നത്. പിന്നെ വേണ്ടുന്നത് സിന്നമണാണ് വേണ്ടുന്നത്, കറുകപ്പട്ട. പിന്നെ കുറച്ച് തേൻ. പിന്നെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ റോസ് പെറ്റൽസ് എടുക്കാം. അത് ഒന്നെങ്കിൽ പിങ്ക് എടുക്കുക അല്ലെങ്കിൽ റെഡ് കളർ എടുക്കുക. ഇതൊന്നും അവൈലബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ മതിയാകും. റെഡ് കളറിലെ പെൻ, ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ. എപ്പോഴും പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കാല് ഗ്രൗണ്ടഡ് ആയിരിക്കരുത്. എന്തെങ്കിലും ഒരു മാറ്റിൻ്റെ പുറത്ത് വേണം കാല് വെക്കാൻ. എന്നിട്ട് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു 3 to 5 minutes ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. സന്തോഷമായിട്ടിരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഇരുന്ന് ചെയ്യാതിരിക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലാസ് ജാർ എടുത്ത് തുറന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. അതിനുശേഷം റോസ് വാട്ടർ അത്യാവശ്യം തോനെ ഒഴിച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് ഹണി, അതും നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് കുറച്ച് തേന് ഒഴിക്കുക. അതിനുശേഷം കറുകപ്പട്ട ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വേണം എടുക്കാൻ. കുറച്ച് മതി, ഒരു പിഞ്ച് ഓഫ് സിന്നമൺ പൗഡർ മതി. അത് ഒരു പിഞ്ച് അതിനകത്തിടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പേപ്പറിൽ റെഡിങ്ക് മാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ. കറുപ്പ്, ബ്ലൂ, ഗ്രീൻ ഇതൊന്നും പാടില്ല. ഇത് ചെയ്യാൻ റെഡ് മസ്റ്റാണ്. ആ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളുടെ പേരെഴുതുക. ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ പേരിൻ്റെ പുറത്തൂടെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ പേപ്പറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ പേരെഴുതുക. അതിൻ്റെ പുറത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക. അതിനുശേഷം ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങളിതെല്ലാം ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ മൈൻഡ് ശുദ്ധമാക്കി വയ്ക്കുക. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് വരണം എന്നൊക്കെയുള്ള രീതിയിൽ വേണം ചെയ്യാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ആ വ്യക്തിയിൽ നിന്നും കിട്ടണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു വ്യക്തിയിൽ നിന്ന് അതെല്ലാം നിങ്ങൾക്ക് കിട്ടണം. ലഭിച്ചു കഴിഞ്ഞു. ജീവിതകാലം മുഴുവനും നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ പ്രസൻറ്റിൽ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ആ ഒരു സന്തോഷം വേണം. ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഈ ഒരു പേപ്പർ ഈ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ വേണം അടയ്ക്കാൻ. ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അത് കീപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്പ്രേ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ജാറിനകത്തുണ്ടല്ലോ ഇത്രയും സാധനം ഇട്ടതിനകത്ത് ഒരു 2-3 പംപ്സ് സ്പ്രേയും കൂടെ ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പ്രേ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് അടച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക. ഇത് ഒരു 41 days ആണ് ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഡെയിലി ഇതെപ്പോഴാണോ നിങ്ങൾ ചെയ്തത് അതേ സെയിം ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക. അതെടുക്കുക. ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത്.
ഇത് തുറക്കുക. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു ജാറിൻ്റെ പുറത്ത് വെച്ച് ആ ഒരു തുറന്നിട്ട് വേണം പുറത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എത്ര സ്നേഹമാണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ട് ഇത് അടയ്ക്കുക. ഇത് ഡെയിലി ആ ഒരു ടൈമിൽ തന്നെ ശ്രദ്ധിക്കുക ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു 41-ാമത്തെ ദിവസം കഴിഞ്ഞ് 42-ാമത്തെ ദിവസമോ 43-ാമത്തെ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നിട്ട് നല്ലൊരു ശുദ്ധമായിട്ടുള്ള ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന ചെടി, നല്ല ചെടി ഏതാണോ ആ ഒരു പൂക്കളൊക്കെ വളരുന്ന ചെടിയുള്ള റോസാപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുക. എന്നിട്ട് യൂണിവേഴ്സിനോട് താങ്ക്സും പറയുക. ഇത് ജനറൽ റിച്വലാണ്. കസ്റ്റമൈസ്ഡ് റിച്വൽസ് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്നത്. അത് റിച്വൽസ് മാത്രമല്ല, ബ്രേസ്ലെറ്റ്സും. അത് നിങ്ങളുടെ പ്രശ്നം എന്തും ആവട്ടെ, ലവ് അട്രാക്ഷൻ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് സ്നേഹം വേണം, ലവ് അട്രാക്ഷൻ റിച്വൽസ്, തേർഡ് പാർട്ടി റിമൂവർ റിച്വൽസ്, നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം, ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ആരണമാണ് അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ്, ബ്രേസ്ലെറ്റ്സ്, മണി അട്രാക്ഷൻ, കാരിയർ ബ്രേസ്ലെറ്റ്, ഇതെല്ലാം നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് മന്ത്രജപത്താൽ തയ്യാറാക്കി നൽകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും